പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നിറം നോക്കി കൂട്ടുകൂടരുത്, കൂട്ടുകാരുടെ നിറം നോക്കരുത്. ഒരു കഥ കേൾക്കൂ, സ്നേഹത്തിൻ്റെ നിറം. കൂട്ടുകാരെ, ഞാനും വരട്ടെ നിങ്ങളോടൊപ്പം കളിക്കാൻ. ജിഫ്രി എരുമക്കുട്ടി കൂട്ടുകാരോട് ചോദിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്കൊപ്പം കൂട്ടുകൂടി കളിക്കുവാൻ ഞാനും ഒന്നു കൂടട്ടെ, കൊതിയാവുന്നു കളിയാടാൻ. വേണ്ട വേണ്ട, നിന്നെപ്പോലുള്ളവരോട് കൂട്ടുകൂടരുതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജമരി ചെമ്മരിയാട് പറഞ്ഞു. അതെ അതെ, ഞങ്ങളുമില്ല. പുള്ളിമാൻകുട്ടികളും കാട്ടുകാള കുഞ്ഞുങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു. വെള്ളക്കാളകൾക്കാണ് കൂടുതൽ അഹങ്കാരം. കാക്കക്കറുമ്പത്തി പെണ്ണേ, നിന്നോട് കൂടാൻ ഞങ്ങൾക്കു നേരമില്ല, സുന്ദരന്മാരോടൊത്തു കളിക്കാൻ മോഹിച്ചാരും നിൽക്കണ്ട. അത് കേട്ട് ജിഫ്രി നിരാശയോടെ നടന്നു നീങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാളക്കൂട്ടൻ ബുള്ളു ഉറക്കെ നിലവിളിക്കുന്നത് കേട്ട് ജിഫ്രി ഓടിച്ചെന്നു. കേളൻ പുലിയും ഊളൻ കുറുക്കനും ചീരൻ ചെന്നായയും കാട്ടുകാള കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്നു. അച്ഛാ അച്ഛാ, ഓടി വരൂ, അവൾ ഉറക്കെ നിലവിളിച്ചു. ശബ്ദം കേട്ട് ജിഫ്രിയുടെ പിതാവായ ജിമ്പൻ കാട്ടുപോത്ത് ഓടിയെത്തി. അപകട സൂചന നൽകുന്ന ശബ്ദം മുഴക്കിയപ്പോൾ നിരവധി കാട്ടുപോത്തുകൾ ഒന്നിച്ച് കുതിച്ചു ചെന്നു. അവർ പുലിയെയും കുറുക്കനെയും ചെന്നായയെയും ഓടിച്ചു വിട്ടു. ജീവൻ തിരിച്ചു കിട്ടിയ കാളക്കുട്ടന്മാർ നാണത്തോടെ സ്നേഹത്തോടെ ജിഫ്രിയോട് പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരി, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും പേര് പറഞ്ഞ് ഞങ്ങൾ നിന്നെ അകറ്റി നിർത്തി. എന്നിട്ടും ഒരാപത്ത് വന്നപ്പോൾ നീ മാത്രമാണ് തുണയായുണ്ടായത്. സ്നേഹത്തിന് നിറമില്ല, ജാതി വർണ്ണ വർഗഭേദങ്ങളില്ല. ഇനി എന്നും നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരിക്കും. ജിഫ്രിക്ക് സന്തോഷമായി. അവൾ കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടി കളിച്ചു.